ഒരു നാൾ ഞാനും SGയെ പോലെ വളരും വലുതാകും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാണംകെട്ട തോൽവി ഏറ്റുവാങ്ങിയെങ്കിലും മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടുവെങ്കിലും തുടർന്നും പത്തനംതിട്ട കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുവാനാണ് അനിൽ ആന്റണിയുടെ തീരുമാനം. ചുമ്മാ വന്നു നിന്ന് പ്രവർത്തിക്കുക മാത്രമല്ല, പത്തനംതിട്ടയിൽ ആപ്പീസ് തുറക്കാനും ആലോചനയുണ്ടത്രേ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലെങ്കിലും ഇപ്പോൾ ഡൽഹിയിലാണ് അനിൽ ആന്റണി. പാർട്ടി ദേശീയ സെക്രട്ടറിയായ അനിൽ ചില യോഗങ്ങളിൽ പങ്കെടുക്കുവാൻ ഡൽഹിയിൽ എത്തിയപ്പോഴാണ് തൻ്റെ ഭാവി പരിപാടിയുടെ കെട്ടഴിച്ച് മാധ്യമപ്രവർത്തകരുടെ മുന്നിലിട്ടത്. അന്തപ്പൻ ചക്കനെ പിടിച്ച് ദേശീയ സെക്രട്ടറിയൊക്കെ ആക്കിയതോടെ പാർട്ടിക്ക് ദേശീയ തലത്തിലും കാറ്റുവീഴ്ച പിടിച്ചു തുടങ്ങി എന്നതിൻ്റെ ഉദാഹരണമാണ് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഫലം. ഇത്രയും നാണംകെട്ട തോൽവി ഏറ്റുവാങ്ങിയിട്ടും പത്തനംതിട്ടയിൽ അനിൽ ആന്റണി തരക്കേടില്ലാത്ത പ്രകടനം കാഴ്ചവെച്ചെന്നാണ് ദേശീയ നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ. ഇതിനാലാണത്രേ പത്തനംതിട്ട കേന്ദ്രീകരിച്ച് പ്രവർത്തനം തുടരുവാൻ ദേശീയ നേതൃത്വം അനിലിനോട് നിർദ്ദേശിച്ചതുപോലും. സുരേഷ് ഗോപി തുടർച്ചയായി 2 പ്രാവശ്യം പൊട്ടിയിട്ട് പോലും ആത്മവിശ്വാസം കൈവിടാതെ തൃശ്ശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചതുകൊണ്ടാണ് ഇത്തവണ വിജയിച്ചത് എന്നാണ് ഇവരുടെ കണ്ടുപിടുത്തം. 2.95 ലക്ഷം വോട്ടാണ് 2019 സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന് പത്തനംതിട്ടയിൽ ലഭിച്ചത്. ശബരിമല വിഷയത്തിൽ ഇടതുപക്ഷത്തോടുള്ള ജനങ്ങളുടെ എതിർപ്പെന്ന അനുകൂല ഘടകവും ഉണ്ടായിരുന്നു അന്ന്. ഇത്തവണ അനുകൂല ഘടകങ്ങൾ കുറവായിട്ടും 2,34,406 വോട്ടുകൾ അനിലിന് ലഭിച്ചത് വലിയ കാര്യമാണത്രേ. CPM-ലെ TM ഐസക് തോമസുമായുള്ള വോട്ട് വ്യത്യാസം 67,098 മാത്രമേ ഉള്ളൂ. അതും ഭീകര നേട്ടമാണ് എന്നും കേന്ദ്ര നേതൃത്വം വിലയിരുത്തിയത്രേ. അന്തപ്പൻ ചക്കന് കുറച്ചു മാസത്തെ പ്രചരണത്തിലൂടെ ഇത്രയും വോട്ട് ലഭിച്ചെങ്കിൽ മണ്ഡലത്തിൽ കിടന്ന് ഒന്ന് കിണഞ്ഞു പരിശ്രമിച്ചാൽ അടുത്ത തവണ ചിലപ്പോൾ ഗപ്പടിക്കാം എന്നാണ് അനിലിൻ്റെയും പാർട്ടിയുടെയും പ്രതീക്ഷ. പത്തനംതിട്ട A ക്ലാസ് മണ്ഡലമാണ്. അവിടെ AK ആന്റണിയുടെ മകനെ അടിച്ചുമാറ്റിക്കൊണ്ട് നിർത്തിയാൽ നിലവിലുള്ള BJP-ക്കാരും സകലമാന ക്രിസ്ത്യാനികളും വോട്ട് ചെയ്ത് ജയിപ്പിക്കും എന്നതായിരുന്നു BJP കേന്ദ്ര നേതൃത്വത്തിൻ്റെ കണക്കുകൂട്ടൽ. അതുപോലെ PC ജോർജിനെ BJP പാളയത്തിലെത്തിച്ച് മുന്നിൽ നിർത്തിയാൽ കത്തോലിക്ക സഭയുടെയും കത്തോലിക്കരുടെയും വോട്ടുകൾ ഇങ്ങ് കൊലയോടെ പോരുമെന്നും അവർ കരുതി. അതുപോലെ 1000 പേർ പോലും തികച്ചെടുക്കാനില്ലാത്ത താറാവ് യോഹന്നാൻ്റെ ഇന്നലെ കിളിർത്ത കൂണു സഭയുടെ ആശീർവാദവും അനുഗ്രഹവും ഉണ്ടെന്ന് വീമ്പിളക്കുകയും അത് ദേശീയ മാധ്യമങ്ങളിലടക്കം വാർത്തകൾ വരുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ യോഹന്നാനെയും പൂശിക്കളഞ്ഞു. അന്തപ്പൻ ചക്കൻ നാണം കെട്ട പരാജയവും ഏറ്റുവാങ്ങി. അങ്ങനെ എല്ലാം പാളിപ്പോയി എന്ന് തെളിയിക്കുന്നതാണ് അനിലിൻ്റെ നാണം കെട്ട തോൽവി. എന്നിട്ടും പാഠം പഠിക്കാതെയാണ് പത്തനംതിട്ടക്കാരുടെ ക്ഷമ പരീക്ഷിക്കുവാൻ അന്തപ്പൻ ചക്കൻ വീണ്ടും അടുത്ത അംഗത്തിന് ഇറങ്ങുവാൻ തയ്യാറെടുക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിലെങ്കിലും തോറ്റു തുന്നം പാടിയാൽ അന്തപ്പൻ ചക്കൻ്റെ ശല്യം തീരും എന്ന് പ്രതീക്ഷിച്ചിരുന്ന PC ജോർജിൻ്റെ ചങ്ക് തകർന്നു അനിലിൻ്റെ ഇന്നത്തെ പ്രസ്താവന കേട്ട്. ഇത് കേട്ട PC-യുടെ മറുപടി ഇപ്രകാരമായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥിയായിരുന്ന അനിൽ ആന്റണിക്ക് നാടുമായി യാതൊരു ബന്ധവും ഇല്ലായിരുന്നുവെന്നും ഇത് തോൽവിക്ക് കാരണമായെന്നും അനിലിന് വോട്ട് പിടിക്കുവാൻ വളരെയേറെ ബുദ്ധിമുട്ടിയെന്നും PC ജോർജ് പറഞ്ഞു. അനിലിനെ പോലെ ആരുമായും ബന്ധമില്ലാത്ത ആളെ സ്ഥാനാർത്ഥിയാക്കിയാൽ വിജയിക്കാനാവില്ല. കോൺഗ്രസ് നേതാവ് AK ആന്റണി മകനെ തള്ളിപ്പറഞ്ഞതും പേരുദോഷമായി. ജയിക്കാവുന്ന സീറ്റ് അനിൽ നശിപ്പിച്ചുവെന്നും PC ജോർജ് പറഞ്ഞു. സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുമ്പോൾ വളരെയേറെ ചിന്തിക്കാനുണ്ട്. നാടുമായി ബന്ധമുള്ള ആളിനെയോ നാട്ടിൽ അറിയപ്പെടുന്നവരെയോ സംസ്ഥാന തലത്തിൽ അറിയപ്പെടുന്നവരെയോ ആണ് സ്ഥാനാർത്ഥിയാക്കേണ്ടത്. എങ്കിലേ ഒരു നിലയും വിലയും ഉണ്ടാകൂ. ജനങ്ങൾക്ക് അത്തരക്കാരോട് ആഭിമുഖ്യമുണ്ടാകും. അല്ലെങ്കിൽ സ്വന്തം പാർട്ടിക്ക് വോട്ടുണ്ടാവണം. CPM-ന് സ്വന്തം നിലയ്ക്ക് വോട്ടുണ്ട്. ആര് നിർത്തിയാലും പലയിടങ്ങളിലും ജയിക്കാനാവും. BJP പതുക്കെ പതുക്കെ വളർന്നു വരുന്നൊരു പാർട്ടിയാണ്. ആ പാർട്ടി ഇതുപോലെ ആരുമായും ബന്ധമില്ലാത്ത ആളെ സ്ഥാനാർത്ഥിയാക്കിയാൽ വിജയിക്കാനാവില്ല എന്നും PC പറഞ്ഞു. അനിലിന് വോട്ട് പിടിക്കുവാൻ വളരെയേറെ ബുദ്ധിമുട്ടി. പൂഞ്ഞാർ പഞ്ചായത്തിൽ അനിൽ ലീഡ് ചെയ്തു. പൂഞ്ഞാർ മണ്ഡലത്തിലെ ചില പഞ്ചായത്തുകളിൽ 2ാം സ്ഥാനത്തെത്തി. മുണ്ടക്കയം മേഖലയിൽ തകർച്ചയുണ്ടായി. കാരണം അവർക്ക് അനിലിനെ അറിയില്ല. ഞാൻ പലരോടും വ്യക്തിപരമായി ഫോണിൽ വിളിച്ച് വോട്ടഭ്യർത്ഥിച്ചാണ് ഇത്രയും ഭൂരിപക്ഷം ഉണ്ടാക്കിയെടുത്തത്. ഇനിയെങ്കിലും സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോൾ പാർട്ടി ശ്രദ്ധിക്കണം. നിർത്തുന്ന സ്ഥാനാർത്ഥിക്ക് ജനങ്ങളുമായി ബന്ധം വേണം. അതിനു പറ്റിയ വ്യക്തി മറ്റാരുമല്ല, താൻ തന്നെയാണെന്നാണ് PC പറയാതെ പറഞ്ഞു വെച്ചത്. അനിൽ നല്ല ചെറുപ്പക്കാരനാണ്. പക്ഷേ അനിലിന് കേരളവുമായി ഒരു ബന്ധവുമില്ല. AK ആന്റണിയുടെ മകനെന്നേ ഉള്ളൂ. ആന്റണി തന്നെ മകനെ തള്ളിപ്പറഞ്ഞു. അതും പേരുദോഷമായി. ജയിക്കാവുന്ന സീറ്റ് നശിപ്പിച്ചു. ഭാവിയുള്ള ചെറുപ്പക്കാരനായിരുന്നു. പത്തനംതിട്ടയിൽ പാർലമെന്റിൽ മത്സരിച്ച് ഭാവി നശിപ്പിക്കരുതായിരുന്നു എന്നുകൂടി PC ജോർജ് പറഞ്ഞു വെച്ചു. അനിൽ ആന്റണിയെ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയായി കെട്ടിയിറക്കിയതിലൂടെ ഉള്ള സാധ്യത കൂടി കളയുകയായിരുന്നു യഥാർത്ഥത്തിൽ BJP ചെയ്തത്. വീട്ടിൽ സ്വർണം വെച്ചിട്ടെന്തിന് നാട്ടിൽ തേടി നടപ്പൂ എന്ന് പത്തനംതിട്ട ജില്ലാ നേതൃത്വം കഴിഞ്ഞ ദിവസം ഇട്ട FB പോസ്റ്റ് കണ്ടെങ്കിലും പാർട്ടി നേതൃത്വത്തിന് ഉളുപ്പുണ്ടാവണം.
2019 2,90,000 പരം വോട്ടുകൾ പിടിച്ച കെ സുരേന്ദ്രനെ പത്തനംതിട്ടയിൽ തന്നെ വീണ്ടും മത്സരിപ്പിച്ചിരുന്നു എങ്കിൽ, ആ മണ്ഡലം തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നു എങ്കിൽ ഇത്തവണ അതിലും നില മെച്ചപ്പെടുത്താമായിരുന്നു. ആന്റോ ആന്റണിക്ക് ഇത്തവണ ലഭിച്ചത് 3,67,623 വോട്ടുകൾ മാത്രമാണ്. പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനാവട്ടെ വീണ്ടും നാണംകെട്ട തോൽവി ഏറ്റുവാങ്ങേണ്ടിയും വന്നു. സുരേഷ് ഗോപിയെ അനുകരിക്കുവാൻ പറയുന്ന പാർട്ടി നേതൃത്വം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, സുരേഷ് ഗോപിക്ക് ജനങ്ങൾ വോട്ട് ചെയ്തത് BJP-കാരനെന്ന നിലയിലല്ല. അദ്ദേഹത്തിൻ്റെ ആ കഷ്ടപ്പാടും എഫേർട്ടും വോട്ടിനു വേണ്ടി കാട്ടിക്കൂട്ടിയ പരാക്രമങ്ങളുമൊക്കെ കണ്ട് സഹതാപം തോന്നിയാണ്. അതുപോലെ BJP-ക്ക് വേണ്ടി നേമത്ത് സ്ഥിരം നേർച്ചക്കോഴിയായി നിന്ന് തോറ്റുകൊണ്ടിരുന്ന O രാജഗോപാലിനെ ജനങ്ങൾ അവസാനം വിജയിപ്പിച്ചതും BJP-കാരനായതുകൊണ്ടല്ല, മറിച്ച് സഹതാപം കൊണ്ടാണ്. ഇനി 5 അല്ല 10 കൊല്ലം അന്തപ്പൻ്റെ മകൻ പത്തനംതിട്ടയിൽ കിടന്ന് കളിച്ചാലും ജയിക്കുവാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പത്തനംതിട്ട സീറ്റ് ചോദിച്ചിരുന്നുവെന്ന പ്രചാരണം PC ജോർജും നിഷേധിച്ചു. ഇക്കാര്യം ആരോട് വേണമെങ്കിലും ചോദിക്കാമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഇനി PC ഉണ്ടാക്കുന്ന പുകിലുകൾ കമ്പനി കാണാൻ കിടക്കുന്നതേയുള്ളൂ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.